എവിടേക്കാണ്? എവിടേക്കും ആവാം. ഏത് നിലയിലേക്കാണെന്ന്? 22 അല്ല 20. ഗസ്റ്റാണോ? അല്ല, ഗോസ്റ്റ്. രജിസ്റ്ററിൽ പേരെഴുതിയോ? എന്തോന്ന് രജിസ്റ്റർ? ആ, ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിടണം. ഏത് ഫ്ലാറ്റിലേക്കാണെന്ന് എഴുതണം. അവിടുത്തെ സാറിനെയോ മാഡത്തിനെയോ ഞാൻ വിളിച്ച് ചോദിക്കും. ചെല്ലാൻ പറഞ്ഞാൽ ഞാൻ കൊണ്ട് ചെല്ലും. അതാ ചട്ടം. അങ്ങനെ അല്ലാതെ ആരും കയറാറില്ലേ? അല്ല, അങ്ങനെ വേണമെന്നാ. എന്ന് വെച്ചാ എല്ലാവരും അങ്ങനെ അല്ലാന്ന്. ഞാൻ സാറിനെ വിളിച്ചേരാം. ആരെയും വിളിക്കൊന്നും വേണ്ട. ഇവിടെ നിയമം അങ്ങനെയാണ്. ഞാൻ കൊടുക്കാം. ഹലോ, ഓ, തമ്പുരാൻ എന്നാ പേര് ഇല്ലേ? സാറ് പറയാറുണ്ട്. മാഡത്തിന്റെ പേരെന്താ? തമ്പുരാട്ടി. അപ്പൊ അവളെ വിളിച്ചത് ആരാണെന്ന് തനിക്കറിയാം? അതെനിക്കറിഞ്ഞൂടാ സാർ. എൻ്റെ സാറെ, തമ്പുരാനെ എന്ന് പേരെടുത്ത് വിളിച്ച് ഇവിടുത്തെ ഒരു സാറ് അവളങ്ങ് കയറ്റി വിടെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് സാറ് എവിടെ നിന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? സാറ് പറ, ചോദിക്കാൻ പറ്റുമോ? അവൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോട്ടെന്നേ. നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങാനുള്ള വഴി നോക്കാം. എനിക്കാണെങ്കിൽ ആകെ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് പരവേശം കൊണ്ട് നിൽക്കുക. ലിഫ്റ്റിലും പവർ കട്ടാ. ഛേ, എന്താ ഇത് ഇങ്ങനെ? വെളിച്ചവും ദുഃഖമായി. എന്താ ഒരു ശബ്ദം? ആരോ വെള്ളം ശരിയാനേ? ചെറിയാൻ തന്നെ. പേടിക്കാനൊന്നുമില്ല. അത് ആ സൈഡിൽ കൂടെ അരിച്ചിറങ്ങിക്കോളും. വൃത്തി കേട്ടവൻ. ഒലിച്ചു തുടങ്ങി. പിന്നെന്നാ നീ അവളെ? നീ നിന്റെ പണി നോക്ക്. ഇതങ്ങയുടെ പണിപ്പെട്ടതാ. അവൾ അവളുടെ പാട്ടിന് പോയി കാണും. പിന്നെ നീ എന്നാ അവളെ കണ്ടത്? പിന്നെ ഞാൻ അവളെ പലതവണ കണ്ടിട്ടുണ്ട് സാർ. പക്ഷേ ഒരു തവണ അതിച്ചിരി സംശയം തോന്നിയ കേസാണ്. ഞാൻ വന്നു. ഓക്കെ. എപ്പോ? ഇന്ന് തന്നെ നോക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രജിസ്റ്ററിൽ പേരെഴുതിയിട്ടുണ്ട്. കയറിക്കോട്ടെ. ഓ, തമ്പുരാട്ടി എന്നല്ലേ കന്യാസ്ത്രീയുടെ പേര്? അതന്ന്. ഇത് ഭയങ്കരം തന്നെ. പഴയതിനേക്കാളും വലിയൊരു പുള്ളിയാ ഇന്നത്തെ സാർ. വിളിച്ചു തരണോ? ഓ, വേണ്ട. അതാ അതിൻ്റെ ന്യായം. തമ്പുരാൻ ചേട്ടൻ്റെ കറക്റ്റ് ജോലി അത് മാത്രമാണ്. ഞാനിപ്പോൾ 10 പറയും, അല്ലെങ്കിൽ 15 പറയും. അതിൽ കുത്തുക, ആളെ ഇറക്കുക, അടയ്ക്കുക. മറ്റേതൊക്കെ വലിയ വലിയ ഇടപാടാണ്. ഓ, ആ മരമോന്ത വാടി. ഞാനൊരു തമാശ പറഞ്ഞതാ കേട്ടോ. അത്ര വലിയ തമാശയല്ല. എനിക്ക് വേണ്ട. എൻ്റെ ഒരു സ്നേഹമാണ്.
എൻ്റെ കൂടെ ഡാൻസ് കളിച്ചതിന്. അന്ന് 12-ല് അവരെ കണ്ടില്ല. അതിനർത്ഥം അവർ 13-ൽ ഇറങ്ങിയെന്നാണ്. 13-ൽ ആരാ താമസം? ആ 13-ല് 4 ഫ്ലാറ്റ് ഉണ്ട് സർ. അതിൽ 3 എണ്ണം ഒഴിഞ്ഞു കിടക്കുക. 4-മത്തേല് അത് പറയടോ, സാർ അറിയട്ടെ. അതിൽ താമസിക്കുന്നത് സൂരജ് സാറും മിത്ര മാഡമാണ്. പോക്കൃത്തിന് പറഞ്ഞല്ലോ. ഉള്ളതാണ് സർ. ഞാൻ 13-ൽ ഇറങ്ങി നോക്കിയതാണ്. താൻ ബാക്കി കൂടെ പറ, ഞങ്ങൾ കേക്കട്ടെ. ചൊറിയാനെ താൻ വെറുതെ. ഓ പിന്നെ സൂരജ്, ചുമ്മാതാ കള്ളം പറഞ്ഞ നായേ. കള്ളമൊന്നും അല്ല സർ. ഫോൺ അടിക്കുന്നു. ഇതാവനെ. ഹലോ. ആ എത്തിയോ? പെട്ടെന്ന് ആട്ട്. മെക്കാനിക് എത്തി. ഹോ, കർത്താവേ. ഹോ. ഒന്ന് നോക്കിയാട്ടെ. മിത്ര പ്ലീസ്. shut up സൂരജ്. ഡോ അങ്ങനെ എന്റെ പോരയുടെ മുമ്പിൽ കൊണ്ടേ താൻ കഥ നിർത്തണ്ട. താൻ കണ്ടത് പറ. സർ, ഞാൻ നോക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ. അന്ന് അവര് മിത്ര മാഡത്തിനോട് എന്തോ ചോദിച്ചായിരുന്നു. എങ്ങോട്ടാ പോകുന്നത് ഞാൻ അവളോട് ചോദിച്ചത്. ഒഴിഞ്ഞു കിടക്കുന്ന ഏതോ ഫ്ലാറ്റ് മേടിക്കാനോ പിടിക്കാനോ എന്തോ മച്ചി അവൾ ഉത്തരം പറഞ്ഞു. പക്ഷെ അത് ഇതിനായിരുന്നു എന്ന്. നീ ഇത്ര ചീപ്പായിരുന്നു. ഡോ താൻ എന്നെ കണ്ടോ? ഞാൻ ഉണ്ടായിരുന്നു അവിടെ. പറയണോ? അവനോട് എന്തിനാ ചോദിക്കുന്നത്? എനിക്കറിയാവുന്നതല്ലേ. അന്ന് നീ തലവേദനായിട്ട് എങ്ങും പോയില്ല എന്ന് പറഞ്ഞതായിരുന്നു. സുഖേട് ഇതായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത്. മിത്ര, can you stop it? അലമ്പ് കേസുകൾ മാറിയേക്ക്. തടയണ്ട, നല്ല രസമുണ്ട് കേൾക്കാൻ. Shut up.